തെരുവുനായ ശല്യത്തിൽ പ്രതിഷേധിച്ച് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷ യൂണിയൻ അംഗങ്ങളുടെ പ്രതിഷേധം. മുനിസിപ്പാലിറ്റി ABC വിഹിതം അടച്ചിട്ടും ജില്ലാ പഞ്ചായത്ത് തെരുവുനായകളെ നിയന്ത്രിക്കുന്നില്ലെന്നാണ് പരാതി. ദീപക് മോഹൻ നമുക്കൊപ്പം. ദീപക് മോഹൻ, തെരുവുനായ ശല്യത്തിലെ പ്രതിഷേധം തുടരുകയാണോ? സുജയപാർവതി, മാനന്തവാടിയെ സംബന്ധിച്ചിടത്തോളം നിരവധി നാളുകളായി തെരുവുനായ ശല്യം രൂക്ഷമാണ്. 14 ആളുകളെയാണ് തെരുവുനായ മാനന്തവാടി നഗരത്തിൽ കടിച്ചത്. വള്ളിയൂർക്കാവ് റോഡായിക്കോട്ടെ, ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് സമീപത്തായിക്കോട്ടെ, മാനന്തവാടി മെഡിക്കൽ കോളേജിന് സമീപത്ത് വരെ തെരുവുനായ ശല്യം ഉണ്ട്. ഇന്നലെയും ഈ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് സമീപത്ത് തെരുവുനായ ഒരു വയോധികനെ ആക്രമിച്ചു. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി തവണ പ്രതിപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെ ഈ വിഷയം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ABC പദ്ധതി അനുസരിച്ച് ഇത്തരത്തിലൊരു ഇടപെടലുകളും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ പ്രതിപക്ഷ കൗൺസിലർമാർ പറയുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് മാനന്തവാടി നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഭരണസമിതി എന്താ പറയുന്നത്? ഭരണസമിതി നോക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. കൃത്യമായി ABC പ്രോഗ്രാം നടപ്പിലാക്കുക, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഭീഷണിയില്ലാതെ സ്വൈര്യമായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഉണ്ടാക്കേണ്ടത്. നടത്താൻ ഈ മാനന്തവാടി നഗരസഭയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ABC പദ്ധതി പ്രകാരം മുനിസിപ്പാലിറ്റി വിഹിതം ജില്ലാ പഞ്ചായത്തിലേക്ക് അടയ്ക്കുന്നുണ്ട്. എല്ലാ വർഷവും അടക്കുന്നുണ്ട്. ഈ 5 ലക്ഷം വരെയുള്ള തുകകൾ ഓരോ വർഷവും നിർബന്ധമാണ്. സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇത് നിയന്ത്രിക്കുന്നതിനുള്ള പ്രത്യേകമായ പ്രോഗ്രാമാണ്. നായ്ക്കളെ വന്ധ്യംകരിക്കുക എന്നുള്ളത്, വംശനാശം വർധനവ് തടയുക എന്നുള്ളത്. എന്തുകൊണ്ട് ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നില്ല? ഇതിന് നമുക്കറിയാം, നിയമം മൂലം തെരുവുനായ്ക്കളെ നമുക്ക് കൊല്ലുന്നതിന് പ്രയാസമാണ്. എന്നാൽ ഇത്തരത്തിൽ നിത്യശല്യക്കാരായിട്ടുള്ള തെരുവുനായ്ക്കളെ പിടികൂടി അവരെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാധിക്കും. എന്നാൽ അത്തരത്തിലുള്ള ഇടപെടലും മാനന്തവാടി നഗരസഭയിൽ നടക്കുന്നില്ല. ഇവിടെ മുക്കിലും മൂലയും തെരുവുനായകൾ യഥേഷ്ടം വിലസുന്ന സ്ഥിതിയാണുള്ളത്. അവരുടെ സൗഹൃദ വിവാഹം നടത്തുക മാത്രമല്ല ചെയ്യുന്നത്, കുട്ടികളടക്കമുള്ള ആളുകളെ നിത്യേന എന്നോണം കടിച്ചു കീറുന്ന സംഭവം. ചെയർപേഴ്സണോടും ബന്ധപ്പെട്ട അധികൃതർ എന്താ മറുപടി പറയുന്നത്? അവർക്ക് അവർ കഴിയൊഴുന്ന നിലപാടാണ് ചെയ്യുന്നത്. ഞങ്ങളെ കൊണ്ട് ഇതിനൊന്നും സാധ്യമാകില്ല എന്നുള്ള സാധാരണ പറഞ്ഞു പോകുന്ന മറുപടി മാത്രമാണ് എല്ലാ സംഭവത്തിലും പറഞ്ഞു പോകുന്ന പോലെ മുനിസിപ്പൽ ചെയർപേഴ്സണും മുനിസിപ്പൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. അങ്ങനെയല്ല, ഒട്ടേറെ കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പരിഹാരമുണ്ടാകണം. കാരണം അത് തന്നെയാണ് ഇവർ പറയുന്നത്. നിരവധി തവണ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ ഈ അക്രമകാരിയായ തെരുവുനായകൾ ഇവിടെ നിന്ന് നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടന്നിട്ടില്ല. ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് സമീപം സ്ഥിരമായി ഒരു തെരുവുനായുണ്ട്. പ്രായമായ ആളുകളെ മാത്രം തിരഞ്ഞു പിടിച്ച് കടിക്കുന്ന നായ 14 ആളുകളെയോളം കടിച്ചു. ഇന്നലെയും ഒരാളെ കടിച്ച് ആൾക്ക് പരിക്കുണ്ട്. അതിൽ പ്രതിഷേധിച്ചാണ് മാനന്തവാടി മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും മാർച്ച് ധർണയും നടക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് ദീപക് മോഹനാണ്. പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്.